ഹലോ ഗൈസ്, വെൽക്കം ടു ഫോക്കസ് ലേൺ. നമ്മളൊന്ന് പഠിക്കാൻ പോണേ എന്താണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെയാണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്താണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഓവർ ടു വേൾഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ്. എന്തിനാണ് അത്? നമ്മൾ കമ്മ്യൂണിക്കേഷനും ഇൻഫർമേഷനും ഐഡിയാസിനും വേണ്ടിയിട്ടാണ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ ലാംഗ്വേജ് യൂസ്ഡ് ബൈ എഞ്ചിനീയേഴ്സ്. ഇതെന്താണ്? ഡ്രോയിങ് ആണ്. ഇത് ആരാണ് ഉപയോഗിക്കുക? എഞ്ചിനീയേഴ്സ് ആണ്. ഇനി ഇത് എന്തൊക്കെയാണ്? ഇതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും? ലൈക്ക് ഷേപ്പ്, സൈസ്, മാനുഫാക്ചറിങ്, ഫിനിഷിങ്, മെറ്റീരിയൽ എല്ലാതും അതിലുണ്ടാവും. ഇപ്പം നമ്മളിത് യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എഞ്ചിനീയർ നമ്മളവിടെ ഉള്ളതാവില്ല, ചിലപ്പോൾ മലയാളി ആവില്ല എഞ്ചിനീയർ, വേറെ ഏതെങ്കിലും ആണ് ലാംഗ്വേജ് ആണെങ്കിൽ എന്താണ് എഞ്ചിനീയർക്ക് ഇത് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇങ്ങനെ യൂസ് ചെയ്യണത്. ഇനി എന്താണ് ഇമ്പോർട്ടൻസ്? എഞ്ചിനീയറിംഗ് ഡ്രോയിങ് വിൽ യൂസ് ഇൻ എ മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ആരോനോട്ടിക്കൽ, ഓട്ടോമൊബൈൽ എക്സെട്ര. ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുക. ടു അണ്ടർസ്റ്റാൻഡ് ദ കറക്റ്റ് ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് എ ഒബ്ജക്റ്റ്. അതിൻ്റെ ഷേപ്പും സൈസും കാണാനാണ്. എലോങ് വിത്ത് ഡയമെൻഷനൽ ടു ലേൺസ് ഓഫ് കോമ്പോണൻറ്റ് പ്രൊഡക്റ്റ് ഇൻ ദ വർക്ക്ഷോപ്പ്. ഇത് വർക്ക്ഷോപ്പത്തെ ഓരോ ചെറിയ നമ്മൾ ഇതിൽ തന്നെ ഇനിയും നമ്മൾ കുറേ പഠിക്കാണ്ട്. ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ തന്നെ നീണ്ടു കിടക്കണ്ടേ, നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്തായിക്കണേ, രണ്ടാക്കിക്കണേ. സാധാരണ നമ്മളിപ്പോൾ സാധാരണ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ഇതുമ്പാടിയുള്ള വ്യത്യാസമാണ് കേട്ടോ ഈ പറഞ്ഞത്. ആർട്ടിസ്റ്റിക് ഡ്രോയിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഈ ആർട്ടിസ്റ്റിക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിൻ്റെ ഇമാജിനേഷനിൽ തോന്നുന്ന സാധനങ്ങൾ വരക്കണമെന്ന്. പക്ഷേ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ആർട്ടിസ്റ്റിക് ഡ്രോയിങ്, ദ ആർട്ടിസ്റ്റിക് ക്യാൻ പിക്ചറൈസ്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ആർട്ടിസ്റ്റിക് ഡ്രോയിങ്. ഇനി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ദ ഡ്രോയിങ് ക്യാൻ ബി പിക്ചറൈസ്ഡ് അക്കോർഡിംഗ് ടു ദ റൂൾ ആൻഡ് റെഗുലേഷൻ ബൈ ദ ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് BIS. നമ്മളിപ്പോൾ ഈ ഫിഗറിൽ കാണുന്നതാണ് എന്ത്? എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ആക്യുറസി ആൻഡ് നീറ്റ്നെസ് ആർ ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് ഡ്രോയിങ്. ഒരു നല്ല ഡ്രോയിങ്ങിന് ഈ പറഞ്ഞ നീറ്റ്നെസ്സും ആക്യുറസിയും ഒക്കെ വേണം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് would use some graphics, symbol, letters and a number with the aid of എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഡ്രോയിങ് ആണ്. രണ്ടാക്കി തിരിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? മാനുവൽ ഡ്രോയിങ്, കമ്പ്യൂട്ടർ ആഡഡ് ഡ്രോയിങ്. മാനുവൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈകൊണ്ട് തന്നെ നമ്മൾ യൂസ് ടു ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ടു ഡ്രോ എ പിക്ചർ ഇൻ അവർ ഇത്, അതായത് നമ്മൾ ഒറ്റയ്ക്ക് നമ്മളൊരു ഇതിന് വരക്കണത്. ബട്ട് എന്ത്? കമ്പ്യൂട്ടർ ആഡഡ് ഡ്രോയിങ് അഥവാ CAD. ഈ CAD എങ്ങനെയാണ്? ടു യൂസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ടൂൾസ് in computer aided drawing, the drawing can be prepared with the aid of a computer. This drawing method is very popular manufacturing. It is a easy to prepare drawing and allows different various of a design. AutoCAD software is the commonly used software to prepare a computer drawing. AutoCAD ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള ആപ്പ്. അതായത് അതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ് വരാൻ നിങ്ങൾ ആ സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.